പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ വചനങ്ങൾ കൊതിയോടെ കേട്ട് ദാഹത്തോടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവതരമായൊരു കാര്യം, വെരി സീരിയസ് മാറ്റർ. ഇപ്പം നമ്മൾ ഇന്നത്തെ കുർബാനയിൽ വായിച്ച വചനയിലെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 35-31 മുതലുള്ള തിരുവചനങ്ങളാണ് വായിച്ചത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ ഉള്ള തിരുവചനങ്ങൾ. അപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ 35-ാമത്തെ തിരുവചനമാണ്. ലൂക്ക 4:35 ചെകുത്താൻ്റെ സംസാരമാണ്, സറ്റാനിക് വേഴ്സ്. ചെകുത്താൻ ഈശോയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇപ്പം ഈശോ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? ഗലീലയിലെ കഫർനാമിലാണ് സംഭവം നടക്കുന്നത്, ഒരു സിനഗോഗിലാണ്. സിനഗോഗിൽ ഈശോനെ കണ്ടപ്പോൾ, പ്രാർത്ഥനാലയത്തിൽ ഈശോനെ കണ്ടപ്പോൾ ചെകുത്താൻ എന്നാ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു. കണ്ട, രക്ഷ ഈശോനെ അധരം കൊണ്ട് അയാളെ ഏറ്റുപറയുകയാണ് പിശാച്. അപ്പം പകുതി രക്ഷയായി ഇല്ലേ? രക്ഷ പ്രാപിക്കാനുള്ള പൗളിയൻ ഫോർമുല എന്താ? രക്ഷ പ്രാപിക്കാനുള്ള വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ സൂത്രവാക്യം എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അതായത് ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് രക്ഷ പ്രാപിക്കാനുള്ള സുവിശേഷത്തിൻ്റെ സൂത്രവാക്യം. അതിൽ പകുതി ഇയാൾ പറഞ്ഞു കഴിഞ്ഞു. പ്രാർത്ഥനാലയത്തിൽ വെച്ച്, പള്ളി വെച്ചാണ് പറഞ്ഞത്. ചെകുത്താൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? യേശുവേ നീ പരിശുദ്ധനാകുന്നു. ഇനി വീണ്ടും ചെകുത്താൻ ഈശോയെ കാണുന്നുണ്ട്, അഥവാ ഈശോ ചെകുത്താനെ കാണുന്നുണ്ട് ഈ സുവിശേഷത്തിൽ തന്നെ. അത് 8:28 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:28. അതും ഗലീലിയൻ മിനിസ്ട്രിയിലാണ്. കർത്താവിന് 2 മിനിസ്ട്രിയാണ് ഉള്ളത്. ഒന്ന് ഗലീലിയൻ മിനിസ്ട്രി, രണ്ടാമത് ജെറുസലേം മിനിസ്ട്രി. അങ്ങനെ സുവിശേഷത്തിൽ 2 ഘട്ടമായിട്ടാണ് ഈശോയുടെ മിഷൻ സുവിശേഷകന്മാർ പ്രത്യേകിച്ച് ലൂക്ക തിരിക്കുന്നത്. ഗലീലയിൽ സംഭവിച്ച 1.5 കൊല്ലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ 2 കൊല്ലത്തെ സംഭവങ്ങൾ, അത് മുഴുവൻ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. പിന്നെ ഈശോ അവിടുന്ന് പതുക്കെ യൂദയായിൽ ചെന്നിട്ട് ജെറുസലേമിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള കർത്താവിൻ്റെ മിഷൻ. ഇപ്പം ഗലീലയിൽ യോർദാൻ നദി, ഗലീലിയൻ കടൽ കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഗരസേനരുടെ നാടാകും. അവിടെ തോണി ഇറങ്ങുമ്പോഴും ഒരു ചെകുത്താനെ കാണും. ഒരു ചെകുത്താനല്ല, കുറേ ചെകുത്താന്മാരുണ്ടാകും. അവരെല്ലാം കൂടി പറയണ ഒരു വാക്കുണ്ട്. എന്താണ്? 8:28 ലുക്ക 8:28 യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ദൈവം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം. അപ്പം പിശാച് എൻ്റെ അധരം കൊണ്ട് ദൈവമെന്ന് പറഞ്ഞെങ്കിൽ അയാളെ ഹൃദയത്തിൽ വിശ്വസിച്ച് തന്നെ പറഞ്ഞതാ.
ഒരു വിഷയം വരാൻ വളരെ ഡേഞ്ചറസ് സബ്ജക്റ്റാണിത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ റോമ 10:9 അനുസരിച്ചുകൊണ്ട് ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കും ആരും. പിന്നെ ചെകുത്താനെന്താ അവന് രക്ഷ പ്രാപിക്കാഞ്ഞത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഹൃദയത്തിൽ അങ്ങനെ വിശ്വസിച്ചായിരുന്നു. ചെകുത്താൻ യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ചെകുത്താൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? യാക്കോബ് ശ്ലീഹ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2:19 വായിച്ചാൽ മനസ്സിലാകും. ചെകുത്താൻ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് യാക്കോബ് 2:19. ദൈവം ഏകനാണെന്ന് ചെകുത്താൻ വിശ്വസിക്കുന്നുണ്ട്. തന്നെയല്ല, അവൻ്റെ ബോഡി ലാംഗ്വേജ് രസമാണ്. അവൻ ഭയന്ന് വിറക്കണം എന്നാണ് പറയണത്. നമ്മളെക്കാൾ കുറച്ചും കൂടി ആഴമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ചെകുത്താൻ. അതാണ് ഭയന്ന് വിറക്കണം. നമുക്ക് ഭയന്ന് വിറക്കലൊന്നും ഇല്ലല്ലോ. അവൻ ഭയന്ന് വിറക്കണം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയണത്. പക്ഷേ ഈ വചനങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ എന്ത് മനസ്സിലാകും? രക്ഷ പ്രാപിക്കാനുള്ള എല്ലാവിധ വകുപ്പും അതിൻ്റെ ഡിമാൻഡ്സ് എല്ലാം ചെകുത്താൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു, ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, യേശുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരും ഏകദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫണ്ടമെൻ്റൽസ്, അടിസ്ഥാനമെല്ലാം ആഘോഷമായിട്ട് വിശ്വസിച്ച് അവൻ ഭയന്ന് വിറക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചെകുത്താൻ രക്ഷ പ്രാപിക്കാഞ്ഞത്? നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കും ചെകുത്താനെ പോലെ സംഭവിക്കും. എല്ലാം അറിയാം, പക്ഷെ നമ്മൾ ദൈവത്തെ പ്രാപിക്കത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. എന്തുകൊണ്ടാണ് ചെകുത്താൻ രക്ഷ പ്രാപിക്കുക, ദൈവത്തെ പ്രാപിക്കാതിരുന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിറയാതിരുന്നിട്ട് നിത്യനാശത്തിൽ ജീവിക്കണേ? എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമാണ്, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അതാണ് സംഭവം. അതായത് യാക്കോബ് ശ്ലീഹ 2:17 പറയും. പ്രവൃത്തി ഭയങ്കര സീരിയസാണ്. ഈ ഉടമ്പടി ഇത്രയും ശക്തമായിട്ട് ദൈവത്തിൻ്റെ ഓപ്ഷൻ പോലും ഇല്ലാതെ നമ്മളെ സഹായിക്കുന്ന എന്താ കാര്യം? നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഞാൻ തന്നെ ഈ ചില സമയത്ത് എനിക്ക് കരച്ചിൽ വരും, ചില സമയത്ത് എനിക്ക് ചിരി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യമല്ലായിരുന്നു. ഇങ്ങനെ ഒരു വീട്ടിലെ വിഷയം, ഇത്രയും അമൂല്യവുമായ ഒരു പ്രെയർ ഫോം, പാലിൽ അല്ലെങ്കിൽ മോരിൽ വെണ്ണ ഇരിക്കണ പോലെ, നെയ്യ് ഇരിക്കണ പോലെ 2000 കൊല്ലങ്ങളായിട്ട് ഇരിക്കുകയാണ്. അത് കടഞ്ഞത്, അമ്മ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് വന്നത് ബൈബിളിലെ പാല് കടഞ്ഞ് നമുക്കതിൻ്റെ അകത്ത് വെണ്ണയും നെയ്യും തരാൻ വേണ്ടിയാണ്. അതാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ വിശ്വാസ നീതീകരണ വിഷയത്തിൽ ഏറ്റവും ടോപ്പ്, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് പൗലോസ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ പൗലോസിനേക്കാൾ ടോപ്പ് യാക്കോബ് സ്ലീഹയാണ്. യാക്കോബ് സ്ലീഹ ഇങ്ങനെ പറഞ്ഞ് വ്യക്തത തന്നില്ലായിരുന്നെങ്കിൽ ഈ പിശാചിനെ പോലെ ചുമ്മാ വിശ്വാസം കൊണ്ട് നമ്മൾ ഇരുന്നേനെ. യാക്കോബ് സ്ലീഹയാണത് വ്യക്തത വന്നത്. യാക്കോബ് സ്ലീഹ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ? വിശ്വാസം മൂലം മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവർത്തികൾ കൊണ്ട് കൂടിയാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം 50% ഉള്ളു വിശ്വാസത്തിൽ. വിശ്വാസം മാത്രം അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ 50% ഉള്ളൂ. 50% എവിടെ കിടക്കണത്? പ്രവർത്തികൾ. അതാണ് 2:24 യാക്കോബ് സ്ലീഹയുടെ ലേഖനം 2:24. വിശ്വാസം മൂലം മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികൾ കൊണ്ട് കൂടിയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാണല്ലോ പത്രത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു. എന്താ കാര്യം എന്നറിയാമോ? മറ്റ് കാര്യങ്ങൾ, ഉടമ്പടിയുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഉപവസിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഉടമ്പടി പുതുക്കി തരാൻ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം ഞാനിവർക്ക് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പ്രേക്ഷിത പ്രവർത്തനമാണ് എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി. നാട്ടുകാരുടെ മുമ്പിൽ നടക്കണം, വീട് വീഴാൻ തോറും നടക്കണം, പത്രം കൊണ്ട് കൊടുക്കണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാം ചെയ്ത് കാണുമെന്ന്. അതാണ് ഞങ്ങളുടെ കണക്കൂട്ടല്ലേ. അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കണത് പത്രത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല നോക്കണത്. എന്താ നോക്കണത്? ദാനധർമ്മത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ഡിജിറ്റലിൽ പുതുക്കണില്ലേ? ഈ ആൾക്കാരൊക്കെ കൗൺസിലിംഗ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ദാനധർമ്മവും നടന്നു കാണത്തില്ല, രോഗികളെ ശുശ്രൂഷിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തിലുള്ള രോഗികൾ, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചെന്നില്ലേ? അങ്ങനെ രോഗി സന്ദർശനം നടന്നിട്ടില്ല. ഈ പത്രം മേടിച്ച് പുതുക്കാൻ വേണ്ടി ഡിസൈനിൽ എന്നതാണ് മെസ്സേജ് എടുക്കുമ്പോൾ പാളണം. അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കണത്. ദൈവത്തോട് സത്യസന്ധമല്ലാത്ത കൊണ്ട് പിശാചിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ ആയിപ്പോയി. അതരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, പക്ഷെ പ്രവർത്തികളിലില്ല. ഉടമ്പടി ഇത്രയും ശക്തമാകാൻ കാരണം അത് പ്രവർത്തികളുടെ പ്രാർത്ഥന ആയതുകൊണ്ടാണ്. അതിൻ്റെ 2 പ്രവർത്തികൾ വരുന്നത് എന്താണ്? ഒരെണ്ണം എന്താണ്? ഒന്ന്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഇപ്പോൾ രോഗികളെ സന്ദർശിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഇതെല്ലാം ഇടയ്ക്കിരുന്ന് നോക്കണം. ഈ 1 മാസത്തിനുള്ളിൽ ചെയ്ത് മാറ്റേണ്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്? ഉടമ്പടി ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നല്ല, പിന്നെന്താ? സ്നേഹമായിരിക്കട്ടെ. ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ രോഗിയെ പോയി കാണുമ്പോഴേ വിഷയം മാറും, കർത്താവിൻ്റെ പേന തെളിയാതെ വരും. എന്താ കാര്യം? ഉടമ്പടിയാണ് നിങ്ങളുടെ ലക്ഷ്യം, ഉടമ്പടിയല്ല ലക്ഷ്യം. എന്താ ലക്ഷ്യം? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ. അപ്പം ഉടമ്പടിയുടെ സാരസംഗ്രഹം എന്താ? ബിബ്ലിക്കൽ ലവാണ്, ദൈവസ്നേഹമാണ് ശരിക്കും. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ മർമ്മമായ ദൈവസ്നേഹവും
ദൈവസ്നേഹ പ്രവർത്തികളും ദൈവസ്നേഹത്തോടെ അനുഷ്ഠിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശംശേഖ് സ്തുതിയായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവാൾത്താരിൽ നിന്ന് എന്നെ അമ്മയുടെ സാക്ഷിയാക്കി ഉയർത്തിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യമേ തന്നെ 1000 നന്ദി. എൻ്റെ പേര് ആൻപ്രിയ വിൻസൻ. ഞാൻ വരുന്നത് തൊടുപുഴയിലെ പുറപ്പുഴയിൽ നിന്നാണ്. ഞാനൊരു BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഈ കഴിഞ്ഞ 29-നായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. സെക്കൻഡ് ഇയർ പഠിക്കുന്ന എന്നോട് നീ ഗ്രാജുവേറ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല, ഞാനിപ്പം നിർത്തിപ്പോകുന്നൊരു കുട്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സെക്കൻഡ് ഇയർ ഞാൻ നിർത്തിപ്പോകാനിരുന്നത് തന്നെയാണ്. എന്നെക്കുറിച്ച് അതിന് മുമ്പ് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ +2 അത്യാവശ്യം നന്നായി പഠിക്കുകയും 97% മാർക്കോടുകൂടി പാസ്സാവുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പം ഞാൻ സൺഡേ പള്ളിയിൽ പോകും, അത്യാവശ്യം നന്നായി പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനയൊക്കെ നല്ലോണം പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ +2 കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റിന് പോവുകയും ആ സമയത്ത് കൊറോണയൊക്കെ വരികയും ചെയ്തു. അതെന്നെ സംബന്ധിച്ച് ഫിസിക്കലിയും മെൻ്റലിയും ഭയങ്കര ഡ്രെയിൻ ചെയ്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഞാൻ ദൈവത്തോട് ഞാൻ അത്ര അടുത്ത് നിന്നിട്ടും എന്താണ് എന്നെ ഉപേക്ഷിച്ച്, അങ്ങനെ എനിക്ക് ദൈവത്തോട് ഭയങ്കര ദേഷ്യവും. പിന്നെ ഞാൻ പള്ളിയിൽ പോയാലും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഈശോയുടെ മുഖത്ത് പോലെ നോക്കത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു സാഹചര്യത്തിൽ നിന്നതാണ്. അപ്പോൾ അതിനുശേഷം അടുത്ത വർഷം ഞാൻ BSc നഴ്സിങ്ങിന് ചേർന്നു. ഞാൻ വിചാരിച്ചു നഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും, കാരണം മാർക്ക് കുറഞ്ഞ കുട്ടികൾ വരെ പാസ്സാവുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് ഇയർ ചെന്ന ഉടനെ എനിക്ക് ഇല്ലാത്ത എല്ലാം, ഞാൻ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും തന്നെ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് വരാത്ത അസുഖങ്ങൾ തന്നെ ഇല്ല. അപ്പം ഒരസുഖം വരും, അഡ്മിറ്റാവും. അങ്ങനെ കുറേ ലീവ് എടുത്തുകൊണ്ട് വർക്കിംഗ് പെൻഡിങ് ആയി. പിന്നെ ഫസ്റ്റ് ഇയർ ഞാൻ 3 സബ്ജക്റ്റിന് ഫെയിലായി. അങ്ങനെ സെക്കൻഡ് ഇയർ എന്നോട് പറഞ്ഞു, അമ്മനെ വിളിച്ച് പറഞ്ഞു, കുട്ടീനെ നിർത്തിക്കൊണ്ട് പൊക്കോ, ആ കൊച്ചിന് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്നും നിന്നൊരു സാഹചര്യത്തിൽ അമ്മ കൃപാസനത്തെക്കുറിച്ച് അറിയാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തിനാണ് എന്നെക്കൊണ്ട് ഞാൻ ഇത്രയും ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കിട്ടാനാണ്. പക്ഷേ അത് വലിയൊരു തെറ്റായ ധാരണയായിരുന്നു. കാരണം ഞാൻ അന്നേരം പ്രാർത്ഥിക്കത്തില്ല. അമ്മ എനിക്ക് പ്രത്യക്ഷീകരണം പ്രാർത്ഥനയൊക്കെ സെൻഡ് ചെയ്തു തന്നു, പക്ഷേ ഞാനൊന്നും പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഓട്ടോമാറ്റിക്കലി പതുക്കെ ഞാൻ ആദ്യം കൊന്തയ്ക്ക് പോകാൻ തുടങ്ങി, പിന്നെ കുർബാനയ്ക്ക് പിന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഭയങ്കര ചേഞ്ചായി. അപ്പം പിന്നെ തേർഡ് ഇയർ പാസ്സായപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഫോർത്ത് ഇയർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തോളാം എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഫോർത്ത് ഇയർ എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് OBG ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ പുറത്ത് വന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും എളുപ്പം, എനിക്ക് ഭയങ്കര പാട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 37.5 മാർക്ക് വേണം പാസ്സാവാൻ. എനിക്ക് 33 ഞാൻ കൂട്ടിയിട്ടാവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നേരത്തെ ആണെങ്കിൽ സങ്കടം വരുമായിരുന്നു. ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടമൊന്നും വന്നില്ല. പിന്നെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എക്സാം കഴിഞ്ഞു പിറ്റാഴ്ച ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് തന്നെ, അതായത് തേർഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും സന്ധ്യ പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഡെയിലി എനിക്കൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ സമയമൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്താണ് എനിക്ക് റിസൾട്ട് വരികയും അത് ഞങ്ങളെല്ലാവരും, ഞാൻ ഉടമ്പടിയിൽ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നതിൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു ഇത്. ഞങ്ങൾ 100% ഞങ്ങളെല്ലാവരും പാസ്സാവുകയും ചെയ്തു. ഇതാണ് എനിക്ക് ഗ്രാജുവേഷന് കിട്ടിയ എൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്.
ഇതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മ ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഒരു നേഴ്സേ ആവത്തില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയർ നിർത്തി പോകേണ്ട ഒരു കുട്ടിയായിരുന്നു. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എനിക്ക് കുറേ ലീവ് വന്നതുകൊണ്ട് എനിക്ക് 101 ദിവസം എനിക്ക് ലീവ് എടുത്തതിൻ്റെ കോമ്പൻസേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നൈറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഡബിൾ കോമ്പൻസേഷനായിട്ട് തീർന്നു പോയേനെ. അപ്പം ഞങ്ങൾ 17 വർഷമായിട്ടുള്ള ഞങ്ങളുടെ കോളേജിൽ ഇതുവരെ ആർക്കും നൈറ്റ് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ജൂണിൽ എൻ്റെ കോമ്പൻസേഷൻ തീരുള്ളൂ. അപ്പോൾ അതിനുശേഷം അന്നേരത്തേക്കും ബാക്കി പഠിക്കാനുള്ള എല്ലാം അല്ലെങ്കിൽ CV കൊടുക്കാനുള്ളതൊക്കെ ക്ലോസ് ആയി പോകും. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചെന്നില്ല, ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു, അമ്മേ നീ പെട്ടെന്ന് തീർത്ത് തരുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് മനസ്സിൽ വരും. അപ്പം ഞാൻ മുഖം പ്രാർത്ഥിക്കും. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഡയറക്ടർ അച്ഛൻ്റെ അടുത്ത് ഞാനൊന്ന് ചെന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് നൈറ്റ് തരാം, ഇനി നഴ്സിംഗ് സൂപ്പറിനെ ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് അവിടെയും സിസ്റ്ററിൻ്റെ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 3 ആഴ്ച നൈറ്റ് കിട്ടി. അപ്പം ഒരു നൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 21 ദിവസം കഴിഞ്ഞ് നൈറ്റ് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ എനിക്ക് അടുപ്പിച്ച് 3 ആഴ്ച നൈറ്റ് കിട്ടി. അങ്ങനെ എനിക്ക് വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി ബുധനാഴ്ച എനിക്ക് വീട്ടിൽ വരാനും ഈസ്റ്റർ എനിക്ക് വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാനും ഒക്കെ പറ്റി. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ന്യൂറോ സർജറി വാർഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര സിവിയറായിരുന്നു. എനിക്കൊന്നും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊടുമ്പോഴത്തേലും തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ബാക്ക് പെയിനും മാറി. പിന്നെ ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് എൻ്റെ കയ്യിലും 2 കയ്യിലും ഞാൻ കുരിശ് വരച്ചത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. കാരണം ഒരു മിസ്റ്റേക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചപ്പം എൻ്റെ കയ്യിലൊരു ഗാംഗ്ലിയോൺ സിസ്റ്റം ഉണ്ടായിരുന്നു. അവിടെ അറിയാതെ അങ്ങനെ ഉടമ്പടിത്തൈലം തേച്ച് ആ ഗാംഗ്ലിയോൺ സിസ്റ്റം പോയി. അതെനിക്ക് സർജറി ചെയ്യണം, ആസ്പിറേറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞൊരു സിസ്റ്റമായിരുന്നു. അത് എനിക്ക് ആ സിസ്റ്റം കൊണ്ട് എനിക്ക് കൈ അനക്കാനോ ഒന്നും, എനിക്കൊരു ചെറിയ പാത്രം എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ സ്റ്റക്കാവുമായിരുന്നു. പിന്നെ അങ്ങനെ അതെൻ്റെ കംപ്ലീറ്റ്ലി ഭേദപ്പെട്ടു. പിന്നെ ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് വിചാരിക്കും എന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം കിട്ടും. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇപ്പം എന്ത് അനുഗ്രഹം കിട്ടിയാലും അതിന് മുമ്പ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടായിരിക്കും, കുറേ നമ്മൾ വിഷമിക്കും. ആദ്യം നമുക്കിതൊന്നും സാധിക്കത്തില്ല എന്നൊരു രീതി വരെ എത്തും. അതിനുശേഷം നമുക്ക് മാതാവ് അനുഗ്രഹം തരുള്ളൂ ഈശോയോട് ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ കരയുമായിരുന്നു, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ തരാത്തത്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് മനസ്സിലാവും, അതായത് ഇത് നിനക്ക് കിട്ടാനുള്ള അനുഗ്രഹം, അതുകൊണ്ടാണ് നിനക്ക് ആദ്യം ഈ ബുദ്ധിമുട്ട് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ അടുത്തൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കോമ്പൻസേഷൻ സമയമായിട്ട് ഞാൻ വിചാരിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ആയി. പക്ഷെ എനിക്കിപ്പോൾ അഡ്മിഷൻ കിട്ടിയത് വേറൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ ആത്മീയപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ 4 വർഷം പഠിച്ച എൻ്റെ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും കുമ്പസാരം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ കൂടി 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻ്റ് ആയത് എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ 3rd ഇയർ അല്ലെങ്കിൽ 2nd ഇയർ വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ പണി, അതായത് സ്റ്റാഫ് നേഴ്സ് പറയും ഇന്നത് ചെയ്യാൻ. അപ്പം ഞാൻ അത് മാത്രം ചെയ്തിട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് ചെയ്യുന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, അവർക്ക് ബൈസ്റ്റാൻഡേഴ്സിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനാണ് അവരുടെ മിക്ക കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്. പിന്നെ പത്രം, അതായത് നമുക്ക് തീരെ പാവപ്പെട്ട പേഷ്യൻസും ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പത്രം കൊടുത്ത വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നെ തിരിച്ച് ഡോക്ടറെ കാണാൻ പിന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്നെ വന്ന് കണ്ടാൽ വഴി നിൽക്കുമ്പം ഇങ്ങനെ വന്ന് മോള് തന്ന പത്രം വെച്ച് മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി. കാരണം ഞാൻ മാതാവിനെ ഒട്ടും സ്നേഹിക്കാതെ അങ്ങനെ വെറുത്തു പോയിരുന്ന ജീവിതത്തിൽ നിന്ന് ഞാൻ കാരണം ബാക്കിയുള്ളവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം അങ്ങനെയൊന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ മനസ്സിൽ നിന്നൊരു തോന്നലുണ്ടാവും, അത് ഇന്നത് നീ ചെയ്യണം, ഇന്നത് നീ ചെയ്യാൻ പാടില്ല എന്ന്. അത് തെറ്റിച്ച് അതെനിക്ക് തോന്നുന്നത് മാതാവ് പറയുന്നത് തന്നെയാണ്. അപ്പം അത് തെറ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മണ്ടത്തെറ്റല്ല പൊട്ടത്തെറ്റായിരിക്കും. അപ്പം അത് പറയുന്ന അനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാം നല്ല രീതിയിൽ നടക്കും. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഉടമ്പടിക്ക് ശേഷമാണ് അങ്ങനെ ഒരു ഫീൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നൊരു തോട്ട് വന്നു തുടങ്ങിയത്.
പിന്നെ ഞാൻ മാക്സിമം ഇപ്പം എനിക്ക് വേണ്ടി ഇപ്പം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കിപ്പോൾ പേടിയാണ്. കാരണം ഇത്ര അനുഗ്രഹം കിട്ടിയിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവോ, പിന്നെയും പഴയതുപോലെ ആവുമോ എന്നൊരു ചിന്തയുണ്ട്. അപ്പം ഇപ്പം എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കണം, ദൈവസ്നേഹത്തിൽ വളരാം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇന്ന ആഗ്രഹം ഒന്നും വേണമെന്നൊന്നുമില്ല. അത് ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ മറ്റുള്ളവർക്ക് ഇപ്പം പണ്ടൊക്കെ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട്. ഇത്ര അനുഗ്രഹം നൽകിയ അതേ പരിശുദ്ധ മാതാവിൻ്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. ഞാൻ ഫെബ്രുവരി 2023 ഉടമ്പടി എടുത്തത്. ഇവൾ പറഞ്ഞ പോലെ തന്നെ ഇവളുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു, ഭൗതിക ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത്. പക്ഷേ അതിനുശേഷം ആ 3 പുതുക്കിന് ശേഷം ഞാൻ ഒരു നിയോഗം പോലും എൻ്റെ ഭൗതികമായിട്ട് വെച്ചിട്ടില്ല. എല്ലാം മാതാവ് അറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മോളുടെ ഈ സാക്ഷ്യം. അവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ ഒത്തിരി അകന്ന് ജീവിക്കുകയായിരുന്നു, പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിൽ നിന്നൊക്കെ. അവളോട് ഞാൻ പറഞ്ഞില്ല ഉടമ്പടി എടുക്കണമെന്നോ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. അവളായിട്ട് തന്നെ വന്ന് എന്നോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ കൊണ്ടുവന്നു, ഉടമ്പടി എടുത്തു. കൃത്യമായിട്ടെല്ലാ നിബന്ധനകളും ദൈവസ്നേഹത്തോടു കൂടി പാലിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എവിടെ തന്നെയാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് മാറ്റം അവളുടെ ജീവിതത്തിൽ വന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാനിതിനു മുമ്പ് 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു.